വരൂ, നമുക്ക് ആമിക്കുട്ടിയുടെയും ഒരു മുതലയുടെയും ഒരു അടിപൊളി സൗഹൃദത്തിന്റെ കഥ കേൾക്കാം. ഒരു മുതലയ്ക്കും ചെറിയ കുട്ടിക്കും കൂട്ടുകാരാവാൻ പറ്റുമോ? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ കഥ. നമ്മുടെ കഥ തുടങ്ങുന്നത് നല്ല ഭംഗിയുള്ള പച്ചപ്പ് നിറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. അതിലൂടെ ഒരു വലിയ പുഴ ഒഴുകുന്നുണ്ടായിരുന്നു. ആ പുഴയുടെ കരയിലായിരുന്നു ആമി എന്നൊരു കൊച്ചുമിടുക്കി താമസിച്ചിരുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരമായാൽ ആമി നേരെ പുഴക്കരയിലേക്ക് പോകും കളിക്കാൻ. പക്ഷേ ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളൊരു കാഴ്ച കണ്ടു. വെള്ളത്തിൽ നിന്ന് ഒരു വലിയ മുതല. അയ്യോ! ആ മുതലയെ കണ്ടതും ആമി ശരിക്കും പേടിച്ചുപോയി. പക്ഷേ മുതല പതുക്കെ പറഞ്ഞു, കുഞ്ഞേ, പേടിക്കേണ്ട, ഞാൻ സഹായിക്കാൻ വന്നതാ. ആമിക്ക് ആകെ അത്ഭുതമായി. ഒരു മുതല എന്നെ എങ്ങനെ സഹായിക്കാനാ? അവൾ ചോദിച്ചു. മുതല പറഞ്ഞു, ഇവിടെ ഒറ്റയ്ക്ക് കളിക്കുന്നത് അത്ര നല്ലതല്ല, ഞാൻ നിനക്ക് കൂട്ടിയിരിക്കാം. അങ്ങനെ ആ ദിവസം മുതൽ ആമി എപ്പോ പുഴക്കരയിൽ വന്നാലും നമ്മുടെ മുതലച്ചങ്ങാതി അവിടെയുണ്ടാകും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആമിക്ക് ഒരു അപകടം പറ്റി. കളിച്ചോണ്ടിരുന്നപ്പോ അവളുടെ കാല് വഴുതി അവൾ വെള്ളത്തിലേക്ക് വീഴാൻ പോയി. അപ്പതന്നെ മുതലച്ചങ്ങാതി അവളെ പതുക്കെ കരയിലേക്ക് തള്ളി നീക്കി അവളെ രക്ഷിച്ചു. സന്തോഷം കൊണ്ട് ആമി പറഞ്ഞു, നീ എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാ. മുതല ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, കൂട്ടുകാർ എപ്പോഴും പരസ്പരം സംരക്ഷിക്കണം, അല്ലേ? ആമി ഓടിച്ചെന്ന് വീട്ടിലമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ട് അമ്മ പറഞ്ഞു, ഒരു നല്ല കൂട്ടുകാരനെ കിട്ടുന്നത് വലിയ ഭാഗ്യം തന്നെയാ മോളെ. അപ്പോ ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നല്ല കൂട്ടുകാർ നമ്മളെ എപ്പോഴും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. നമ്മളും എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണം. ഈ കഥ കേൾക്കുമ്പോൾ നമ്മളും ഓർത്തുപോകും, അല്ലേ? ആരാണ് നിങ്ങളെ ഇതുപോലെ കാക്കുന്ന ആ നല്ല കൂട്ടുകാരൻ?